ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. ബജറ്റ് സമ്മേളനം നടക്കുന്ന പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 ചൊല്ലിയുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവച്ചു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. ചോദ്യോത്തരവേള വളരെ പ്രധാനമാണെന്നും അംഗങ്ങൾ സംയമനം പാലിക്കണമെന്നും സ്പീക്കർ അഭ്യർത്ഥിച്ചു. ബില്ലിനെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ദേശീയ സുരക്ഷയും ദേശീയ താൽപര്യവും മാത്രമാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനാധിപത്യം എന്ന ആശയം രാജ്യത്തിന് പുതുമയല്ലെന്ന് പുരാതന ഗ്രന്ഥങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. എഴുത്തുകാരിയും രാജ്യസഭാ MPയുമായ സുധാമൂർത്തിയുടെ പുതിയ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിലെ ചുവർ ചിത്രങ്ങളുടെ കാലാതീതമായ സൗന്ദര്യം പകർത്തുന്നതാണ് ടൈഡ്സ് ഓഫ് ടൈം എന്ന പുസ്തകമെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. വോട്ടെടുപ്പിന് 7 ദിവസം മാത്രം ശേഷിക്കെ പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് അസമിൽ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്തു. ധേമാജി ജില്ലയിലെ പൊതുറാലിയെ അഭിസംബോധന ചെയ്ത ശ്രീ മോദി ബിശ്വനാഥ് ജില്ലയിലെ ബെഹാലിയിലും തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിച്ചു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. മുന്നണികളിലെ മുതിർന്ന നേതാക്കളെയും താരപ്രചാരകരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചൂടുപിടിച്ച പ്രചാരണമാണ് നടക്കുന്നത്. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ശനിയാഴ്ച തിരുവനന്തപുരത്തും തിരുവല്ലയിലും എത്തും. NDAയ്ക്ക് വേണ്ടി കേന്ദ്രമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ രാജ്നാഥ് സിംഗ് ഇന്ന് തിരുവനന്തപുരത്ത് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. LDFന്റെ പ്രചാരണാർത്ഥം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഇന്ന് കോട്ടയത്ത് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും CPIM മുതിർന്ന നേതാവുമായ പിണറായി വിജയൻ ഇന്ന് ആലപ്പുഴ ജില്ലയിലാണ് പ്രചാരണം നടത്തുന്നത്. UDF കൊല്ലം മണ്ഡലം സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി നാളെ ഉദ്ഘാടനം ചെയ്യും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് കോഴിക്കോട് വിവിധ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സംബന്ധിക്കും. കേന്ദ്രമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ രാജ്നാഥ് സിംഗിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിലും നിയന്ത്രണമുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും പോകുന്ന യാത്രക്കാർ അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്ന് തിരുവനന്തപുരം സിറ്റി ട്രാഫിക് പോലീസ് അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ ഇടുക്കി ജില്ലയിൽ പ്രചാരണം ശക്തമാക്കി 3 മുന്നണികളും. ഇടുക്കി വട്ടവടയിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഇന്ന് കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ L മുരുകൻ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ MV ഗോവിന്ദൻ, ശശി തരൂർ തുടങ്ങിയ പ്രമുഖർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണത്തിന് നേതൃത്വം നൽകി. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. വേനൽ ചൂട് കടുക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെടുന്ന പൊതുപ്രവർത്തകരും പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതോടെ പ്രധാന സാമ്പത്തിക നിയമമാറ്റങ്ങൾ ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ രാജ്യത്ത് പ്രാബല്യത്തിൽ. പുതിയ ആദായ നികുതി നിയമം 2025 ഇന്ന് നിലവിൽ വരും. RBI നിർദ്ദേശപ്രകാരം രാജ്യത്തെ എല്ലാ ഡിജിറ്റൽ പണമിടപാടും ഇന്നു മുതൽ 2 ഫാക്ടർ ഓതന്റിക്കേഷൻ മാനദണ്ഡങ്ങൾ പാലിക്കണം. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ഫാസ്ടാഗ് വാർഷിക പാസ് ഫീസും പാൻ കാർഡ് അപേക്ഷ സംബന്ധിച്ച പുതുക്കിയ നിയമങ്ങളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് പുലർച്ചെ ഇറാൻ ഡ്രോൺ ആക്രമണമുണ്ടായതായി കുവൈറ്റ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചു. ബഹ്റൈൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലും ആക്രമണമുണ്ടായി. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം തുടർന്ന് യമനിലെ ഹൂതി വിമതർ. ഇറാനും ലബനനിലെ ഹിസ്ബുള്ളയുമായി ചേർന്നുള്ള സംയുക്ത നീക്കമാണിതെന്നും ഇസ്രായേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കും വരെ പോരാട്ടം തുടരുമെന്നും ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഹൂതി വക്താവ് അറിയിച്ചു. അതേസമയം മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന പ്രതികരിച്ചു. ഇറാനുമായുള്ള യുദ്ധം 3 ആഴ്ചയ്ക്കകം അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഒരിക്കലും ആണവായുധം കൈവശം വയ്ക്കാൻ കഴിയാത്ത വിധം ഇറാനെ തകർക്കുമെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ കയറ്റുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ മേഖല സുരക്ഷിതമാക്കുന്നതിൽ കൂടുതൽ ഇടപെടണമെന്നും US പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ മെട്രോ നഗരങ്ങളിൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വില കൂട്ടി എണ്ണക്കമ്പനികൾ. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ 195 രൂപ 50 പൈസയുടെ വർധനയാണ് വരുത്തിയത്. വിമാന ഇന്ധനത്തിന്റെ വിലയിലും വലിയ വർധനയുണ്ടായിട്ടുണ്ട്.
എറണാകുളം പെരുമ്പാവൂരിൽ മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട അതിഥി തൊഴിലാളി ആൾക്കൂട്ടമർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടു. ഇന്നലെ രാത്രി പെരുമ്പാവൂർ മുടിക്കലിൽ പ്ലൈവുഡ് കമ്പനിയിലാണ് സംഭവത്തിന് പിന്നിലുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.